നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ ദൈവത്തിനായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കര കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാർഗ്ഗങ്ങളും നോക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അവിടെ ഒരു സ്വാമിയുണ്ട്, ആ സ്വാമിനെ പോയി കണ്ടാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒരു ആളുണ്ട്, ഒരു ജ്യോത്സ്യരുണ്ട്, അവരെ പോയി കണ്ടാൽ മതി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലൊക്കെ പോയി പെടും. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? അതും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും അടുത്ത ആൾ പറയുന്നത് വേറൊരു ഗുരുവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സ്വാമീനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ അതിലും പോയി പെടും. ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പണം നഷ്ടമാവും. എന്നിട്ടും നമ്മളൊരു പാഠം പഠിക്കുകയോ? അതുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ ദൈവത്തിനായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെയും ആവശ്യമില്ല. നമ്മൾക്ക് കുറേ കഴിവുകൾ നമ്മുടെ ദൈവം തന്നെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്തിനു വെറുതെ ഓരോ സ്വാമിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ പിന്നാലെ പോയിട്ട് ഓരോ ചതിക്കുഴിൽ പെടേണ്ട ആവശ്യം എന്താ ഉള്ളത്? നമുക്ക് നമ്മുടെ ദൈവത്തിനായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ആ വഴി നോക്കിയാൽ പോരെ. എന്തിനാ വേറെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിലുള്ള പണമൊക്കെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളത്? നമ്മുടെ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ ഗുരുക്കന്മാർ വഴിയോ അല്ലെങ്കിൽ സന്യാസിമാർ വഴിയോ വന്നാലേ ഞാൻ നിങ്ങളുടെ വിളി കേൾക്കൂ എന്നുള്ളത്? ഒരിക്കലുമില്ല. നമ്മൾ വിളിച്ചാലും നമ്മുടെ ദൈവം കേൾക്കും. പിന്നെ എന്തിനും നമ്മൾ ഇവരുടെയൊക്കെ പിന്നാലെ പോകണം? നമ്മുടെ പണമൊക്കെ വീണ്ടും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്നുള്ളത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവരുടെ അടുത്തോട്ട് പോകുമ്പോൾ ഇവർ ഓരോ വഴികൾ പറഞ്ഞുതരും. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നുന്നതാണ്, ഓക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവുമെന്ന് നമ്മൾക്ക് തന്നെ തോന്നുന്നതാണ്. അല്ലാണ്ട് അതിൽ നിന്നൊരു ഗുണം കിട്ടണില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണത്. ഇവർ പറഞ്ഞത് കൊണ്ട് അത് ശരിയാവും എന്നുള്ള ഒരു തോന്നൽ മാത്രമാണത്. അല്ലാണ്ട് അതിൽ നിന്നൊരു ഗുണം കിട്ടണില്ല. നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ സന്യാസിമാരുടെ അടുത്തോ സ്വാമീൻ്റെ അടുത്തൊക്കെ പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അനുഭവിക്കേണ്ടത് അവരേറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കാനോ ഉള്ള കഴിവൊന്നും ഇവർക്ക് ആർക്കുമില്ല. അത് ഏറ്റെടുക്കാനും ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ കണ്ണിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കണ്ണിനോട് നേരിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഈ സന്യാസിമാരുടെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു കാര്യമില്ല. അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നല്ല ചെയ്യുന്നത്. അവർ നമ്മളുടെ പോക്കറ്റിൻ്റെ കനം അനുസരിച്ച് നമ്മളോട് ഓരോന്ന് ചെയ്യാൻ പറയും. അത് അവർ ചെയ്തുകൊണ്ട് പണം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും പൈസ ഊറ്റിയെടുക്കുക എന്നല്ലാണ്ട് അവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നല്ല സന്യാസിമാരുമുണ്ട്. എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കുകയല്ല ഞാൻ. നല്ല ആൾക്കാരുമുണ്ട് അതിൽ. പക്ഷേ ഈ നല്ല ആൾക്കാരെന്ന് പറയുന്നത് ആ പൂജ ചെയ്യണം, ഈ പൂജ ചെയ്യണം, മറ്റേ പൂജ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കത്തില്ല. നമ്മൾക്ക് ദൈവത്തിനായിട്ട് അടുക്കാനുള്ള മാർഗ്ഗം മാത്രമേ അവർ പറഞ്ഞു തരുള്ളൂ. അല്ലാണ്ട് ഈ കുറച്ച് പണം തന്നോളൂ, ഞാൻ ചെയ്തുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടെന്ന് ഒരിക്കലും അവർ പറയില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ മിക്ക ആൾക്കാരും നമ്മളെ പറ്റിക്കാനുള്ളവരാണ്. ആ പണം അവരുടെ കയ്യിലോട്ട് പോകുന്നുണ്ടെന്നല്ലാണ്ട് അവർ നമ്മൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയും പൂജയും ചെയ്യില്ല. നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം മാത്രമാണ് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളത്. നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ഇവരുടെ അടുത്തോട്ട് പോയിച്ചിട്ട് അത് ഇല്ലാണ്ടാവില്ല. അതിനുള്ള കഴിവും അവർക്കില്ല. പണ്ടത്തെ കാലത്തെ സന്യാസിമാരെയും ഗുരുക്കന്മാരെയും കണ്ടിട്ടുണ്ടോ? അവരൊക്കെ അവരുടെ ശിഷ്യന്മാരെ ദൈവത്തിലോട്ട് അടുക്കാനുള്ള മാർഗ്ഗമാണ് അവർ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കുറച്ച് പണം തന്നോളൂ, ഞാൻ ആ പൂജ ചെയ്തിട്ട് ഇത് മാറ്റിയെടുത്തോണ്ട് എന്നാണ് അവർ പറയണത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കണ്ണൻ്റെ പേര് ഉച്ചരിച്ചാൽ മാത്രം മതി കണ്ണൻ നമ്മൾ എടുത്തോട്ട് വരുമെന്നാണ്. നമ്മൾ ഒരു പടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ 10 പടി നമ്മളെടുത്തോട്ട് വെക്കുമെന്നാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിന് ഈ കള്ളസന്യാസിമാരുടെ പിന്നാലെ പോയി നമ്മളുടെ കയ്യിലുള്ള പണം വീണ്ടും വീണ്ടും കളയേണ്ട ആവശ്യമുള്ളത്? ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കള്ളസന്യാസിമാർ ഇഷ്ടം പോലെ വളരുന്നത് നമ്മളുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ്, നമ്മളുടെ അന്ധവിശ്വാസം കൊണ്ട് തന്നെയാണ്. വിശ്വാസമാവാം, പക്ഷേ അന്ധവിശ്വാസമാവരുത്. നമ്മൾക്ക് കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കുടുക്കിലൊക്കെ പോയി പെടും. നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ പോയി വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ ആ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. പിന്നീട് ആ കുഴിയിൽ വീണ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ
നമ്മളുടെ കയ്യിലുള്ള പണമൊക്കെ കുറേ നഷ്ടമായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾക്ക് തോന്നുക ഇതിലൊന്നൊരു കാര്യമില്ലല്ലോ എന്ന്. ആ കാര്യമില്ലല്ലോ എന്ന് തോന്നുന്ന സമയമാകുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കുറേ പോയിട്ടുണ്ടാവും. നമ്മൾക്ക് ഈ മനുഷ്യദൈവങ്ങളിൽ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾക്ക് ദൈവത്തിനായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ദൈവത്തിനായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിന് വേറൊരാൾ വഴി കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു? അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ദൈവത്തിനോട് പറയാനുണ്ടോ, എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാനുണ്ടോ, അതൊക്കെ നമ്മൾക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേറൊരാളുടെ ഒരു ആവശ്യമില്ല. പണ്ടത്തെ ഗുരുക്കന്മാരൊക്കെ ദക്ഷിണയായിരുന്നു മേടിക്കാറുണ്ടായിരുന്നത്. ദക്ഷിണ എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയൊരു തുക, അത് നമ്മൾ എന്ത് കൊടുക്കണോ അതാണ് അവർക്ക് ദക്ഷിണ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? കണക്ക് പറഞ്ഞിട്ട് തന്നെ അവർ മേടിക്കും. അതും പോരാണ്ട് പിന്നെയും അടുത്ത പൂജ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കണക്ക് പറഞ്ഞ് മേടിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിലൊന്നൊരു സത്യവുമില്ല എന്നുള്ളത്. നമ്മൾക്ക് നല്ലത് പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരുമുണ്ട്, നമ്മളെ പറ്റിക്കാനായിട്ട് നടക്കുന്ന ഗുരുക്കന്മാരും ഇന്നത്തെ കാലത്തുണ്ട്. അത് നമ്മൾ അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന്. പണം കണക്ക് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളവർ തന്നെയാണെന്ന്. കാരണം നല്ല ഗുരുക്കന്മാർ ഒരിക്കലും പണം കണക്ക് പറഞ്ഞ് മേടിക്കില്ല. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും അവർക്ക് തൃപ്തിയുള്ള കാര്യം. അവരിതിന് വേണ്ടിയിട്ട് നടക്കുന്നവരായിരിക്കും, ആൾക്കാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് പൂജകൾ ചെയ്യുന്നതിനും കണക്ക് പറഞ്ഞ് വലിയ തുകകളൊക്കെ മേടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാവരെയും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. കുടുക്കിൽ പോയി ചാടി കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ കണ്ണിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരാളുടെയും ആവശ്യമില്ല. നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളിപ്പുറത്ത് തന്നെ നമ്മുടെ കണ്ണനുണ്ടാവും. പിന്നെ എന്തിനാണ് വേറൊരാളുടെ ആവശ്യം? ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ വേറെ ആൾക്കാരെ തപ്പി പോണത്. നമ്മൾക്ക് നമ്മളുടെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നതേ ഉള്ളൂ നമ്മൾ വിളിച്ചാലും ദൈവം വരുമെന്ന്. അപ്പം നമ്മൾക്ക് നേരിട്ട് ദൈവത്തിനെ വിളിച്ചൂടെ? നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ദൈവത്തിനായിട്ട് പങ്കിട്ടൂടെ? പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വാസമില്ല. ഞാൻ വിളിച്ചാൽ എൻ്റെ ദൈവം വിളി കേൾക്കുമെന്നോ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുമെന്നോ എന്നുള്ള വിശ്വാസം നമ്മൾക്കില്ല. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സന്യാസിമാരുടെ അടുത്ത് ഈ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരത് പരിഹരിച്ച് തരുമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ശരിക്കും വിശ്വാസം ആരോടാ? ദൈവത്തിനോടല്ല, ഈ ഗുരുക്കന്മാരോടാണ്. ഈ ഗുരുക്കന്മാർ വഴി ദൈവത്തിലോട്ട് പോയാൽ എല്ലാ കാര്യവും നടക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇത് നമ്മൾ നമ്മുടെ ദൈവത്തിനോട് തന്നെ ചെയ്യുന്ന ഒരു നന്ദികേടല്ലേ? നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം, ഞാൻ വിളിച്ചാലും എൻ്റെ ദൈവം വിളി കേൾക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തരുമെന്ന്. ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള സന്യാസിമാർ നമ്മളെ പറ്റിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.